തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറി വയ്ക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി വയ്ക്കുന്ന സമയത്ത് കോളിഫ്ലവർ ഉടഞ്ഞു പോകും. പിന്നെ വേണ്ടത് പൊട്ടറ്റോ ആണ്. അത് ഞാനിവിടെ കോളിഫ്ലവറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ. അതും ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്ത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്ത്, പിന്നെ പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടി. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നല്ല ജീരകത്തിൻ്റെ പൊടി. ഈ കറിക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കൊടുക്കും. പിന്നെ ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി എടുത്തേക്കുന്നത്. വലിയ തക്കാളി ഞാൻ തക്കാളിയുടെ പകുതി എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാൽ. ഞാനിവിടെ ഒരു തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് 2ാം പാൽ കുറച്ച് കൂടുതലും എടുക്കുക. 1ാം പാൽ ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഉണക്കമുളക്, കടുക്. നമുക്ക് നോക്കട്ടെ ഇനി കറിയാക്കാമെന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് വഴറ്റാം. ഇപ്പം സവാളയ്ക്ക് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ആ സവാള നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല, സവാള ഒന്ന് വഴന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും അതിൻ്റെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം. ഈ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഈ തക്കാളിയിലേക്ക് ആവശ്യത്തിനോട് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഏറ്റവും നമുക്ക് തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് തക്കാളി വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാൻ 2ാം പാലാണ് ഏറ്റവും ആദ്യം ഒഴിക്കുന്നത്. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി ഏറ്റവും ആദ്യം നമുക്ക് പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ ഒരു പകുതി വെന്ത് കഴിഞ്ഞിട്ട് മാത്രം കോളിഫ്ലവർ ചേർത്താൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ വെന്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. കോളിഫ്ലവർ പെട്ടെന്ന് വേവും. ഇപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഇടണ്ട. നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് പൊട്ടറ്റോ ചേർക്കാം. കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ തക്കാളിക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തണ്ടായിരുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം നമുക്ക് പൊട്ടറ്റോ നമുക്കൊന്ന് പകുതി വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർക്കാം. നമുക്ക് മൂടി വയ്ക്കാം. ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർക്കാം. ഇനി മൂടി വെച്ചിട്ട് കറി വേവിക്കാം. പൊട്ടറ്റോ ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് 1ാം പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കറി നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ കോളിഫ്ലവർ നമ്മൾ കുറേ നേരം ഇട്ടിട്ട് വേവിക്കരുത്. കോളിഫ്ലവർ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഈ ഉണക്കമുളക് നമ്മൾ എന്തിനാണ് കറിയിലേക്ക് താളിച്ചൊഴിക്കും ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണക്കമുളക് നമ്മുടെ ഈ കറിയുടെ ചാറ് കൂട്ടിയിട്ട് ചാലിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചുവന്നുള്ളിയും ചേർക്കാം.
ചുവന്നുള്ളി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു നുള്ളു മുളക് പൊടിയും ചേർക്കാം. അപ്പം നമ്മുടെ കറിക്ക് നല്ല മണവും കിട്ടും, കറിക്ക് നല്ല കളറും കിട്ടും. തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. നമ്മുടെ കോളിഫ്ലവറും പൊട്ടറ്റോ കൂടി ഇട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്.